നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴം, നല്ല മാമ്പഴം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടുപ്പത്തിട്ട് നന്നായിട്ട് വേവിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്തായാലും മാമ്പഴം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ മുളക് പൊടി, അതുപോലെ നമ്മൾ പച്ചമുളക്, അതുപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം നമ്മളിട്ട് വേവിക്കുകയാണ്. മധുരം കിട്ടാൻ വേണ്ടി ഇത്തിരി പഞ്ചസാരയും നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തേങ്ങ അരച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ല രീതിയിൽ. എന്തായാലും അതിലേക്ക് നമ്മൾ ഒരു നുള്ള് ജീരകം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. അത് നന്നായിട്ട് നമുക്ക് തേങ്ങയൊക്കെ അതിൽ പിടിച്ച് നന്നായിട്ട് നല്ല രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ച നമ്മുടെ മോര് ഒഴിക്കാം. നമ്മൾ 1 ലിറ്റർ മോര് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ അടുപ്പത്തുനിന്ന് മാമ്പഴ പുളിശ്ശേരി വാങ്ങി വെച്ചിട്ടുണ്ട്. കടുക് വറക്കാൻ വേണ്ടി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ലേശം ഉലുവ നമ്മളിനിയും കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇടും. ഉലുവ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾ കൊല്ലമുളക്, അതുപോലെ തന്നെ കരിവേപ്പില, ഇതെല്ലാം കൂടി അതിലേക്ക് ഇടാൻ പോകും നമ്മൾ. ഇനി അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് അത് മിക്സ് ചെയ്ത് ചേർക്കും. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് കടുക് വറുത്തത് ഇട്ട് കഴിഞ്ഞു. എന്തായാലും നന്നായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുകയാണ്. എന്തായാലും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണിത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ എല്ലാവരും നമ്മുടെ വീടുകളിൽ ചെയ്ത് നോക്കണമെന്ന് പറയാണ്. എന്തായാലും ഈ മാമ്പഴ പുളിശ്ശേരി നല്ലൊരു ടേസ്റ്റുള്ള വിഭവമാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള നല്ലൊരു വിഭവങ്ങളുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഒരിക്കൽ കൂടി ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ലൊരു വിഭവമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.